ജോർജ് ചേട്ടൻ ആളൊരു വിദഗ്ധനാണ് വീട് പണിയിൽ. സാധാരണ വീടുകൾ കോൺക്രീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ജോർജ് ചേട്ടന്റെ വീട് പണി മുളയുടെയും കവുങ്ങിന്റെയും ഒക്കെ അലകുകൾ കൊണ്ടാണ്. ഈ വീടുകൾക്ക് ഭൂകമ്പത്തെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്നാണ് ജോർജ് ചേട്ടന്റെ അവകാശവാദം. ഏതായാലും ചേട്ടന്റെ വീട് പണിക്ക് വൻ ഡിമാൻഡാണ്. ആ വീടൊന്ന് കണ്ടു നോക്കാം. കമ്പിയും ഇഷ്ടികയും വെട്ടുകല്ലും ഒന്നുമില്ലാതെയും മനോഹരമായ സ്വപ്ന സൗധം പണിയാമെന്ന് തെളിയിക്കുകയാണ് വയനാട്ടിലെ കാരാപ്പുഴ പറയരുമലയിൽ ജോർജ്. കമ്പിക്ക് പകരം മുളയും കമുങ്ങിൻ തടിയുമാണ് ജോർജിന്റെ വീടിന്റെ മേൽക്കൂര താങ്ങുന്നത്. സിമന്റിനും മണലിനും കമ്പി വലയ്ക്കുമൊപ്പം മുളയോ കമുങ്ങിൻ തടിയോ ഉണ്ടെങ്കിൽ ജോർജിന്റെ പ്രകൃതി സൗഹൃദ വീട് റെഡി. സ്ക്വയർ ഫീറ്റ് വിസ്തൃതി വരുന്ന 2 നില വീട് നിർമ്മിക്കാൻ ചിലവ് വരുന്നതാകട്ടെ 13 ലക്ഷത്തിന് താഴെയും. കമ്പിക്ക് പകരമായാണ് സിമന്റിനൊപ്പം മൂപ്പത്തിയ മുളയുടെ അലകോ കമുങ്ങിന്റെ അലകോ ഉപയോഗിക്കുന്നത്. ഇത്തരം അലകുകൾ ട്രീറ്റ് ചെയ്താണ് നിർമ്മാണത്തിനെടുക്കുക. ചിതൽ ശല്യം ഒഴിവാക്കാൻ ബോറിക് ആസിഡും ബോറക്സ് ഡീഹൈഡ്രേറ്റും ചേർത്താണ് ട്രീറ്റ് ചെയ്യുന്നത്. മുള ഉണങ്ങി നശിച്ചു കിട്ടാനില്ലാത്ത അവസ്ഥ വന്നതോടെയാണ് ജോർജ് കമുങ്ങിൻ തടിയിൽ നിന്ന് അലക് വെട്ടിയെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇത്തരം അലകുകളിൽ കമ്പി വല കെട്ടിയാണ് കോൺക്രീറ്റ് ചെയ്യുക. ഏത് ഡിസൈനിലും ഇത്തരം വീടുകൾ നിർമ്മിക്കാമെന്നാണ് ജോർജിന്റെ അവകാശവാദം. ഈ രീതിയിൽ ചെയ്യുമ്പോൾ കോസ്റ്റ് വളരെ കുറവാണ്. പിന്നെ നമ്മൾ മെറ്റീരിയലിന്റെ ഉപയോഗം വളരെ കുറച്ച് മെറ്റീരിയലുകൾ മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ ഇഷ്ടികളോ അല്ലെങ്കിൽ ചെങ്കല്ല് മെറ്റല് അതിൻ്റെ ഉപയോഗം തീരെ ഇതിൽ തന്നെ ഇല്ലാന്ന് തന്നെ പറയാം. സാധാരണ ഒരു വീടിന് ഉപയോഗിക്കുന്നതിൽ പകുതി ഒരു 50% സിമെന്റിന് ഉപയോഗിക്കുന്നേ വരുള്ളൂ. മണൽ ഏതാണ്ട് 80%, ലേബർ ഏതാണ്ട് 90% ലേബർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ സാധാരണ ഒരു വീട് ചെയ്യുന്നത് അപേക്ഷിച്ച് കോസ്റ്റിൽ നോക്കുമ്പോൾ ഏതാണ്ട് പകുതി കോസ്റ്റേ ഈ രീതിയിൽ ചെയ്യുമ്പോൾ വരുള്ളൂ. മറ്റു വീടുകളെ അപേക്ഷിച്ച് ജോർജിന്റെ പ്രകൃതി സൗഹൃദ വീടുകൾക്ക് ഭാരം നന്നേ കുറവാണ്. സാധാരണ വീടുകളെക്കാൾ രൂപഭംഗിയും സൗകര്യവും സുരക്ഷിതവുമാണ് ഇത്തരം വീടുകളെന്ന് ജോർജ് പറയുന്നു. ഇപ്പോൾ സ്വന്തം സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് നിർമ്മാണം പുരോഗമിക്കുകയാണ്. തൃക്കൈപ്പറ്റ ഉറവിലെ ഡിസൈനർ കൂടിയായ ജോർജിനെ തേടി നിരവധി ആളുകൾ എത്തുന്നുണ്ട്. ചിലവ് കുറഞ്ഞതും മനോഹരമായ ഇത്തരം വീടുകളുടെ നിർമ്മാണത്തിനായാണ് ഈ ആളുകൾ ജോർജിനെ തേടി എത്തുന്നത്. വയനാട്ടിൽ തന്നെ 3 വീടുകൾ ജോർജ് ഈ മാതൃകയിൽ ഇതിനോടകം നിർമ്മിച്ചു കഴിഞ്ഞു. കൂടാതെ നടൻ മോഹൻലാലിന്റെ എറണാകുളത്തെ വീടും ഈ മാതൃകയിൽ തന്നെ ജോർജ് നിർമ്മിച്ചതാണ്. ആർക്കിയോളജി വകുപ്പിന്റെ തിരുവനന്തപുരത്തുള്ള 101 മീറ്റർ നീളമുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ബാംബു പാലം നിർമ്മിക്കാൻ നേതൃത്വം നൽകിയതും ജോർജ് തന്നെ. ഭൂചലനത്തെ അതിജീവിക്കാൻ ഇത്തരം വീടുകൾക്ക് കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഭൂകമ്പം പോലുള്ള ദുരന്തങ്ങളുണ്ടായാൽ വീട് തകർന്ന് അകത്തേക്ക് വീഴാതിരിക്കാൻ പാകത്തിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സാധാരണ വീടുകളുടെ അതേ ആയുസ് തന്നെ ഇത്തരം വീടുകൾക്കും ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് ജോർജ്. കേട്ടറിഞ്ഞ പല ദിക്കുകളിൽ നിന്നും ജോർജിന്റെ അത്ഭുത വീട് തേടി നിരവധി ആളുകളാണ് ഇപ്പോൾ കാരാപ്പുഴയിലെത്തുന്നത്.